അച്ഛാ ഇത് കണ്ടില്ലേ? ഇതേ ഇവര് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് വന്നത് തന്നെയാ. അല്ലെങ്കിൽ എങ്ങനെയാ ഇപ്പൊ പ്രിയങ്ക അകത്തേക്ക് കയറി പോകുന്നത്? ചാവുവാണെങ്കിൽ ചാവട്ടെ, ഞാൻ കൊണ്ടുവന്ന് മുമ്പ് എടുത്തു തരാം നിങ്ങളെ. വരുൺ, ഇപ്പൊ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അച്ഛ പറയുന്നൊന്ന് കേക്ക്. നിന്നോട് ഞാൻ പറയുന്നത് കേൾക്ക്. അവർക്ക് കത്തിത്തീരാൻ എളുപ്പമാ, പക്ഷേ അതോടൊപ്പം അവര് കത്തിക്കുന്നത് കണിമംഗലത്തിന്റെ അഭിമാനം കൂടിയാ. ഛേ, എന്റെ മകളെ ഇങ്ങോട്ട് കൈപിടിച്ച് തരുമ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ലാന്ന് പറഞ്ഞ് കരഞ്ഞവനാ ഞാൻ. അന്ന് കരുതിയത് അല്പം നന്മയെങ്കിലും ഈ കുടുംബത്തിൽ ചെയ്യാൻ കഴിയുമെന്ന. പക്ഷേ അതും പറ്റിയില്ല. കണിമംഗലത്തിന് നാണക്കേടുണ്ടാക്കാൻ മാത്രമേ ദേവനാരായണൻ കുടുംബത്തിന് സാധിച്ചുള്ളൂ.